മെയ് 7 അനുസ്മരിക്കുന്ന വിശുദ്ധയായ ഫ്ലാവിയ ഡൊമിറ്റില്ലായുടെ ഭൃത്യന്മാരായ സൈനികരാണ് രക്തസാക്ഷികളായ വിശുദ്ധ നേരേയൂസും അക്കില്ലേയൂസും. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് രാജകുമാരി ഫ്ലാവിയായോടുകൂടി ഇവരും പോൺസിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ ട്രാജർ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവരെ വധിച്ചു. അവരുടെ ശരീരം വിശുദ്ധ ഡൊമിറ്റില്ലായുടെ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. 1896 ആ ശ്മശാനം കുഴിച്ചു നോക്കിയപ്പോൾ അവരുടെ കുഴിമാടം സീരിയോസ് മാർപ്പാപ്പ 490 നിർമ്മിച്ച ദേവാലയത്തിനകത്ത് കാണുകയുണ്ടായി. അവരുടെ രക്തസാക്ഷിത്വത്തിന് 200 വർഷത്തിനു ശേഷം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: നാം ആരുടെ പാർശ്വത്ത് സമ്മേളിച്ചിരിക്കുന്നുവോ ആ വിശുദ്ധർ സമാധാനവും സമ്പത്തും ആരോഗ്യവും വാഗ്ദാനവും ചെയ്യുന്ന ലോകത്തെ വെറുക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്തു. ഡമാസസ് പാപ്പ ഇവരുടെ ശവകുടീരത്തിൽ സ്ഥാപിച്ച ശിലാലിഖിതം നാം ധ്യാനിക്കേണ്ട ഒന്നാണ്. സൈനികരായ നേരേയൂസും അക്കില്ലേയൂസും ഭയം നിമിത്തം സ്വേച്ഛാധിപതിയുടെ ക്രൂരമായ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ സ്വേച്ഛാധിപതിക്ക് മാനസാന്തരമുണ്ടായി. ദുഷ്ടനേതാവിന്റെ പാളയത്തിൽ നിന്ന് ഞങ്ങളുടെ പോർച്ചട്ടയും പരിചയം രക്തപങ്കിലമായ വസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് അവർ പലായനം ചെയ്തു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിൽ അവർ ആനന്ദം കൊണ്ടു.